കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് മുന്നാഴിക്കുന്ന് സ്വദേശി ശ്രീജിത്തിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കാരുണ്യമതികളുടെ സഹായം തേടുന്നു. ചികിത്സയ്ക്കായി ഏകദേശം 20 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പോണ്ടിച്ചേരി ജിപ്മർ മെഡിക്കൽ കോളേജിലാണ് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീജിത്തിന് കരൾ നൽകാൻ സഹോദരൻ ശ്രീജേഷ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കുമായി ഏകദേശം 20 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളും ഭാര്യയും 3 ചെറിയ മക്കളും അടങ്ങുന്നതാണ് ശ്രീജിത്തിന്റെ കുടുംബം. നിത്യവൃത്തിക്കായി കൂലിപ്പണിക്ക് പോയിരുന്ന കുടുംബത്തിന് ഈ വൻ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ശ്രീജിത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജനകീയ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ശ്രീജിത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ പരിചയമുള്ള ചെറുപ്പക്കാരൻ മാത്രമല്ല, നാട്ടിലെ ഏതൊരു പൊതുകാര്യങ്ങളിലുമൊക്കെ തന്നെ വളരെ സജീവമായി ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ ആളുകളോടൊപ്പം നിൽക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. കരിമ്പുഴ ട്രോമാ കെയർ പോലെയുള്ള സന്നദ്ധ സംവിധാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഏതൊരാൾക്ക് രക്തം ആവശ്യമായി വരുന്ന സമയത്തും ഒരു മടിയും കൂടാതെ അതിനെല്ലാം മുന്നിട്ടിറങ്ങുന്ന ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് ശ്രീജിത്തിൻ്റെ കുടുംബം. ഒരു കുട്ടി 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മറ്റൊരു കുട്ടി UP സ്കൂളിൽ പഠിക്കുന്നു, ഒടുവിലത്തെ മകൻ പഠിക്കുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ശ്രീരാമജയം LP സ്കൂളിലാണ്. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഞങ്ങളുടെ നാട് ഈ ഒരു ചികിത്സയുടെ ചെലവ് കണ്ടെത്താൻ വേണ്ടി ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെക്കൊണ്ട് മാത്രം, ഈ നാട്ടിലുള്ള ഏതാനും ചില മനുഷ്യർ മാത്രം സഹായിച്ചതുകൊണ്ട് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ശ്രീജിത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രയത്നത്തിൽ സുമനസ്സുകളായ മുഴുവൻ ആളുകളും, ഈ വാർത്ത കാണുന്ന ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളും അവരവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തി ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 2-ാം വാർഡ് മെമ്പർ ദ്വാരകനാഥൻ രക്ഷാധികാരിയാണ്. കാരുണ്യ മനസ്സുകളുടെ സഹായം ശ്രീജിത്തിന്റെ കുടുംബത്തിനായി ഉണ്ടാവണമെന്ന് സജി ഇട്ടിക്കൽ, PG ദേവരാജൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ എന്നിവർ അഭ്യർത്ഥിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ, അതായത് ഒരു സന്നദ്ധ പ്രവർത്തനത്തിലായാലും അതുപോലെ പല നമുക്ക് ബ്ലഡിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് അത് കൊടുക്കാനും എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പാർട്ടി തലത്തിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പയ്യനാണ് ശ്രീജിത്തിന് 3 കുട്ടികളും വൈഫും അമ്മയും അച്ഛനും ഒരു അനിയനുമാണ്. കല്യാണം കഴിയാത്തൊരു കുട്ടിയാണ് അനിയൻ. അപ്പോൾ ആ കുടുംബത്തിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്തം ആണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുന്ന എല്ലാവരും, എല്ലാ നല്ല മനസ്സുള്ളവരും ഇതിൽ പങ്കാളികളായിട്ട് നമ്മളുടെ ശ്രീജിത്തിനെ നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം.